ഹായ് എവരിവൺ, ഇന്ന് ഡേ 1 ആദ്യ ദിവസമാണ്. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുന്നില്ല, പകരം ഒരു പ്രധാന കാര്യം ഒഴിവാക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മിക്ക ആളുകളും എങ്ങനെയാണ് അവരുടെ ദിവസം തള്ളി നീക്കുന്നതെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണം, പല്ല് തേക്കുമ്പോൾ പോലും ഫോണിൽ സ്ക്രോളിംഗ്, മറുപടി നൽകേണ്ട ആവശ്യമില്ലാത്ത മെസ്സേജുകൾക്ക് പിന്നാലെ പോകുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ പറയും, അയ്യോ ഞാൻ ആകെ ക്ഷീണിച്ചു, തളർന്ന അവശനായെന്ന് പറയും. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? അവർ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാകില്ല. സുഹൃത്തെ, അത് ക്ഷീണമല്ല, അതൊരു ചോർച്ചയാണ്. നിങ്ങളുടെ ഊർജം മുഴുവൻ വലിച്ചെടുക്കുന്ന എനർജി ലീക്കേജ്. നിങ്ങളെ നശിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരൊറ്റ ശീലത്തിലൂടെ നിങ്ങളുടെ ഊർജം ദിവസം മുഴുവൻ ചോർന്നു പോവുകയാണ്. അത് നിർത്താതെയുള്ള ഫോൺ സ്ക്രോളിംഗ് ആകാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളാകാം, അല്ലെങ്കിൽ രാത്രി ഉറക്കമുളച്ചുള്ള നെറ്റ്ഫ്ലിക്സ് മൂവീസ് കാണലാകാം. അതുകൊണ്ട് ഈ 1-ാം ദിവസത്തിൽ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഊർജം ഏറ്റവും കൂടുതൽ ചോർത്തി കളയുന്ന ആ ഒരൊറ്റ കാര്യം കണ്ടെത്തുക. അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് അത് പൂർണ്ണമായും ഒഴിവാക്കുക. ഞാനത് കുറയ്ക്കാമെന്നല്ല, പൂർണ്ണമായും ഒഴിവാക്കുക. കട്ട്. അതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇന്നത്തേക്ക് ആ ആപ്പിനെ ഡിലീറ്റ് ചെയ്യുക. രാത്രി വൈകിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ അത്താഴത്തിന് ശേഷം അത് ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത സംസാരങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിശബ്ദനായിരിക്കുക. ചിലർ പറഞ്ഞേക്കാം, ഇത് കുറച്ച് കടന്ന കൈയല്ലേ എന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ വർഷം തന്നെ 5 തവണ ആവർത്തിക്കുകയും അതിനെ നോർമൽ എന്ന് വിളിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കടന്നുകൈ. ഇതൊന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്ന് അറിയാമോ? ആ ഒരു ചോർച്ച നിങ്ങൾ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും. ഫോൺ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ കൈകൾ ഫോൺ ഇങ്ങനെ തിരയും. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആപ്പുകൾ വീണ്ടും തുറക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വല്ലാതെ ബോറടിക്കും. നല്ലത് തന്നെയാണ്. ആ ബോറടി നിങ്ങൾ ആസ്വദിക്കുക. കാരണം ദീർഘനാളത്തെ കോമയ്ക്ക് ശേഷം നിങ്ങളുടെ ഉള്ളിലെ ഡിസിപ്ലിൻ ഉണരുന്നതാണ് ആ ബോറടി. സാധാരണക്കാർ ആ ബോറടിയിൽ നിന്ന് ഒളിച്ചോടും. എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായ വ്യക്തത ലഭിക്കുന്നതുവരെ അതിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കും. സുഹൃത്തുക്കളെ, ഈ 1-ാം ദിവസത്തിന്റെ അവസാനത്തോടെ ചെറുതെങ്കിലും ശക്തമായ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും. അതുറപ്പാണ്. നിങ്ങൾ നേരത്തെ ഉറങ്ങും, മനസ്സിന് കൂടുതൽ ശാന്തത തോന്നും, നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങൾ വലിയ എന്തെങ്കിലും നേടിയതുകൊണ്ടല്ല, മറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ ചെയ്ത ആ വാഗ്ദാനം നിങ്ങൾ പാലിച്ചതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥ റീസെറ്റ്. ഒരു യഥാർത്ഥ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളുടെ ഊർജം ചോർത്തുന്ന ആ ഒരു ഒറ്റ കാര്യം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ആ 24 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂർ ചലഞ്ച് ഇപ്പോൾ തന്നെ തുടങ്ങുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചലഞ്ചുമായി നമുക്ക് കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.